ഇന്ന് എന്റെ അതിഥിയായി എത്തിയിരിക്കുന്നത് ആരോഗ്യമന്ത്രിയുമായ ശ്രീമതി വീണ ജോർജ്. വെൽക്കം. ആദ്യമായിട്ടായിരിക്കും ഒരാള് പോഡ്കാസ്റ്റിന് ഇങ്ങനെ കഴുത്തിന് ഇങ്ങനെ ഈ ഒരു ഇതുപോലത്തെ ഇതൊക്കെ ഇട്ടിട്ടിരിക്കുന്നു. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വല്ലേ. നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. കാരണം ഇതിന്ന് തുടങ്ങണമെന്ന് വിചാരിച്ചല്ല, പക്ഷെ ഇപ്പം ഇങ്ങനെ ഇരിക്കുമ്പോ ഈ ഒരു അപ്പിയറൻസിൽ അത് തന്നെ ശരിക്കും എന്താ സംഭവിച്ചേ? ഒന്ന് കുനിഞ്ഞു. ഏതോ ഒരു അജ്ഞാത ശക്തി, ഇന്നൊന്നും ഓർമ്മയില്ലടോ. ഞാൻ അന്നും പ്രസംഗിച്ചു, കരിങ്കൊടി ഞാൻ പൂമാലയായി കാണുന്നു എന്നൊക്കെ പ്രസംഗിച്ചിട്ടാണ് ഞാൻ ചെല്ലുന്നത്. മതമിളകി ആന വന്നപ്പോ നെഞ്ചും വിരിച്ചു നിന്നതാ, അത് കുത്തിവെച്ചും പോയി. ഇപ്പൊ രാവിലെ മുതൽ കരിങ്കൊടി പ്രയോഗങ്ങളുണ്ട്, റോഡ് സൈഡിലുണ്ട്, ക്ലാസ്സിൽ വന്ന് അടിച്ചു. പിന്നെ ഫ്ലാഗ് പോസ്റ്റ് വളയ്ക്കാൻ ശ്രമിച്ചു. ഇവിടെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. പിന്നീടുള്ള പല സംഭവങ്ങളും നമ്മൾ ടി വിയിൽ കണ്ടതാണ്. പലരും പലത് പറയുന്നുണ്ട്. ആദ്യം മന്ത്രിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു, പിന്നെ ഫോണിൽ വിളിച്ചപ്പോൾ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു, പിന്നീട് പ്രശ്നങ്ങളായി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് ആദ്യം ചെവിയിലാണ് വേദന വന്നു തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ മുന്നോട്ട് നീങ്ങുമ്പോൾ ഞാൻ അഭിലാഷിനോടും പോലീസിനോടും ഞാൻ പറഞ്ഞു, എനിക്ക് നടക്കാൻ പ്രയാസമുണ്ട്. എസ്കലേറ്ററിൽ കയറുമ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, എനിക്ക് പോകാൻ പറ്റും തോന്നുന്നില്ല, എനിക്ക് നല്ല വേദനയുണ്ട്. ചെവിക്കും ചെറിയ കുഴപ്പമുണ്ട്. ചെവിക്ക് മാത്രമല്ല, മൊത്തത്തിൽ തലയ്ക്ക് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ. മന്ത്രിയാവുന്ന ദിവസം മുതൽ ഇന്ന് ഇതുവരെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇത്രയധികം കോൺട്രവേഴ്സീസിലും ഇത്രയധികം പ്രശ്നത്തിലും ഏർപ്പെട്ട ഒരു മന്ത്രി ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വന്നപ്പോ മുതൽ ഇന്ന് വരെ ഞാൻ കാണുന്നത് തൊട്ടേനും പിടിച്ചതിനും എല്ലാം വിവാദമാണ്. ആരോഗ്യവകുപ്പ് വളരെ ടാർഗറ്റഡ് ആയിട്ട് അറ്റാക്ക് ചെയ്യപ്പെടുന്നുണ്ട് കേരളത്തിൽ, അതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ കേട്ടിട്ടില്ലല്ലോ. എല്ലാത്തിനും പഴി കേൾക്കുന്ന ആരോഗ്യമന്ത്രിയാണ്. അതോ ആരോഗ്യം എന്താ താങ്കൾക്ക് കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് അത്രയ്ക്ക് പ്രശ്നത്തിലായിരുന്നോ? വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. നമുക്കിനി ആ കത്രിക വിഷയത്തിലേക്ക് വരാം. ആരോഗ്യവകുപ്പിന്റെ കീഴിലാണല്ലോ എല്ലാ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൈവറ്റ് ആശുപത്രികളും, എന്താ പറയാ, ഗവൺമെന്റ് ഹോസ്പിറ്റലും എല്ലാം ഉത്തരവാദിത്വം പറയേണ്ട ആരോഗ്യവകുപ്പാണല്ലോ. അപ്പൊ എവിടെങ്കിലും എന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടാവുകയാണ്, അതിപ്പം ഏതെങ്കിലും ഒരു സ്വകാര്യ ആശുപത്രിയിലോ ഗവൺമെന്റ് ആശുപത്രിയിലോ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടാവുന്നു, അല്ല എന്തെങ്കിലും ഒരു ട്രാജഡി ഉണ്ടാവുന്നു, ഇതിന്റെയൊക്കെ അക്കൗണ്ടബിലിറ്റി ശരിക്കും ആരാണ് നോക്കേണ്ടത്? ഡോക്ടേഴ്സ് ആണോ, അഡ്മിനിസ്ട്രേഷൻ ആണോ, അതോ പോളിസി മേക്കേഴ്സ് ആണോ? കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ ചെറുക്കമാ. ഇതില് കുറ്റക്കാരെന്ന് കണ്ടെത്തി, ഇപ്പൊ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയവരെ മുഴുവൻ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സസ്പെൻഷൻ ഒരു പരിഹാരമാണോ? ടെർമിനേഷൻ. അപ്പൊ ഈ വിക്ടിമിന് എന്താണ് കിട്ടുന്നത്? എന്റെ മോൻ പോയി തൂങ്ങിച്ചത്. ഇതിനേക്കാൾ വലിയൊരു സഹായം അച്ഛന് ചെയ്യാൻ പറ്റില്ല. പിടിച്ചേ.